നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കഴിക്കാത്ത പല സാധനങ്ങളും ഉണ്ടായിരിക്കാം. അതിലൊന്നാണ് ഞാനിന്ന് ഇവിടെ തയ്യാറാക്കിയത്. മുരിങ്ങയുടെ പൂവ് ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടില്ല. മുരിങ്ങയുടെ പൂവ് എങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെ എനിക്ക് കുറച്ച് മുരിങ്ങപ്പൂ ഒരാൾ കൊണ്ട് തന്ന് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ചെറിയൊരു വാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല. ഇത് ഇനി ഒന്ന് ഒരുക്കിയെടുക്കണം. ഇതിൻ്റെ പൂവ് മാത്രമായിട്ട് അതൊന്ന് നല്ലവണ്ണം വൃത്തിയായിട്ടെടുക്കണം. ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടില്ല. മുരിങ്ങയിലയൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പൂവ് ഇതുവരെ ഞാൻ തോരൻ വെച്ചിട്ടില്ല. അതെനിക്ക് കിട്ടിയിട്ടുമില്ല. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഇതാരും അങ്ങനെ തോരൻ വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇലയാകുമ്പോൾ ഞാൻ പോയി നുള്ളിയെടുക്കും. ഇവിടെ റോഡ് സൈഡിലൊക്കെ കാണാം, അങ്ങനെ നുള്ളിയെടുക്കും. പിന്നെ ചക്കക്കുരു ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ തോരൻ വെക്കാൻ നല്ല ടേസ്റ്റല്ലേ, അങ്ങനെ ഞാൻ നുള്ളിയെടുത്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പൂവും ഇതിൻ്റെ മുട്ടൊക്കെ ഉണ്ട്, അത് ഇതുവരെ ഞാൻ തോരൻ വെച്ചിട്ടില്ല. പിന്നെ അങ്ങനെ യൂട്യൂബിലൊക്കെ ഒന്ന് തപ്പി തോരൻ വെക്കുന്നത്. ഇവിടുത്തുകാർ തോരൻ വെക്കുമ്പം ഇതാദ്യം ഒന്ന് പുഴുങ്ങിയിട്ട് അത് പിന്നെ അവരത് പിഴിഞ്ഞിട്ടൊക്കെയാണ് ഇവർ കറി വെക്കുന്നത്. തോരനല്ല, ഇവർ കറിയല്ലേ വെക്കുന്നത്. തേങ്ങയൊക്കെ ഇടാതെ സവോളയും ടൊമാറ്റോ ഒക്കെ ചേർത്ത് അങ്ങനെയാണ് അവരത് കറി വെക്കുന്നത് എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ നമ്മുടെ യൂട്യൂബിലൊക്കെ തപ്പിയപ്പോൾ നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു കട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഡയറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ ഒന്ന് ഒരുക്കി പെറുക്കി എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൻ വെച്ചു. പിന്നെ അതിലേക്ക് കടുകും വെള്ള സവോളയൊക്കെ ചേർത്ത്, പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇലവർഗ്ഗങ്ങൾ തോരൻ വെക്കുമ്പം തേങ്ങ ചതച്ചിട്ടാണ് ഞാൻ തോരൻ വെക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് ചതച്ച് വെച്ച് തേങ്ങയും വെളുത്തുള്ളി ജീരകവും പിന്നെ പച്ചമുളകും മഞ്ഞളും ഒക്കെ ചേർത്ത് അതൊന്ന് ചതച്ച് മാറ്റി വെച്ച്, എന്നിട്ട് ഇതിൻ്റെ പൂവ് കഴുകി വെച്ചത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം ആ മസാല ചേർത്ത് നമുക്ക് തോരൻ വെച്ചാൽ മതി. പക്ഷേ ഇതൊക്കെ കഴിക്കാത്തവർ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിക്കണം. പക്ഷേ ഇത് എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു ഇതിൻ്റെ പൂവ് തോരൻ വെക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊന്നും അല്ലല്ലോ, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ആകുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, പക്ഷേ നമുക്കാരും അങ്ങനെ തന്നിട്ടില്ല. അങ്ങനെ കിട്ടിയപ്പോഴും ഞാനിതൊന്ന് തോരൻ വെച്ചത് മസാലയൊക്കെ ചേർത്ത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എൻ്റെ വീഡിയോയൊക്കെ കാണുക. നിങ്ങളുടെ അഭിപ്രായം വിലയേറിയതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോയൊക്കെയുമായിട്ടാണ് എൻ്റെ ചാനൽ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഞാനിതൊന്ന് തോരൻ വെച്ചെടുത്തു. നല്ല ടേസ്റ്റോടുകൂടി ഇനി ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.